Hello all again, welcome back. We'll start from the ലാസ്റ്റ് പൊസിഷൻ. രണ്ട് ചെറിയ സെറ്റിൽമെൻറ്റുകളും ചെറിയൊരു അഗ്രികൾച്ചറൽ ബേസ്ഡ് എക്കോണമിയുമായിട്ട് ഇപ്പം മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഉള്ളത്. സോ ടു സ്റ്റാർട്ട് വിത്ത് വിൽ ഗിവ് എ ന്യൂ ഡോക്ക്. കാര്യം കൂടുതൽ ഷിപ്പുകൾ വരുന്നത് നമുക്ക് നല്ലതാണ്. സോ ഒരു ഷിപ്പ് കൂടി നമുക്ക് കിട്ടും. റോഡ് കണക്ടിവിറ്റി കൊടുക്കാം. ആൻഡ് മോസ്റ്റ് ലൈക്ലി ഈ റോഡും ഇങ്ങോട്ട് കണക്ട് ചെയ്യുന്നതാണ് നല്ലത്. കാര്യം അല്ലെങ്കിൽ ആ മെയിൻ റോഡിൽ ഭയങ്കര ട്രാഫിക് ആയിരിക്കും. സോ ഇവഞ്ച്വലി റൈറ്റ്. സോ മുൻകൂട്ടി കണ്ട് നമുക്ക് ഈ ഇങ്ങോട്ട് കണക്ട് ചെയ്യാം. ഇഗോ and so mines we have എല്ലാം നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. plantation fiber fertilization, let's start that. Upgrade this, it's already upgraded. This is upgraded. Okay, good. So the next step would be to export of the gold. രണ്ട് oil wells ഇവിടെയും ഉണ്ട്, വിച്ച് ഇസ് ഗുഡ്. അതായത് അത്യാവശ്യം നല്ല റിസോഴ്സസ് ഉള്ള ഒരു മാപ്പാണിത്. ഈ എക്സ്പെഡിഷൻ ഇപ്പോൾ എവിടേക്കാണ് പോകുന്നത്? ന്യൂസ് പേപ്പർ അൺലോക്ഡ്, ദാറ്റ്സ് ഫൈൻ. കണ്ടിന്യൂയിങ് വിത്ത് our build. So let us quickly do a pause and see our happiness. Entertainment is really bad. Food, religion is slowing down. Job is stable. Housing is stable there. Entertainment is really bad, right? നമുക്ക് വേറെ എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കണം. എൻ്റർടൈൻമെൻറ്റിൻ്റെ കേസിൽ entertainment, this is it. Luxury entertainment, opera house. ഒരു ഓപ്പറ ഹൗസ് കൂടി ഇവിടെ നമുക്ക് പണിയാം. So let's do that. Let's keep it here. And eventually ഈ 4 വീടുകൾ ഇവിടുന്ന് കളയും. എന്നിട്ട് നമുക്കത് വേറെ സ്ഥലത്തേക്ക് അത് റീലൊക്കേറ്റ് ചെയ്യണം. ഇവിടെ 2 വീടുകൾ കൂടി നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം. Okay. ഇവിടെ കൺസ്ട്രക്ഷൻ ഓഫീസ് ഉണ്ട്, വിച്ച് ഇസ് ഗുഡ്. $3700 സാധനം വിറ്റുപോയിട്ടുണ്ട്. 7000 ഇവിടെ ഒന്നുമില്ല. The expedition has made a wonderful discovery, a peculiar, wide-eared marsupial. What shall we name it? Alright. ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഒരു ചെറിയൊരു ഒരു സെറ്റിൽമെൻറ്റ് കൂടി നമുക്ക് പണിയാമെന്നാണ് വിചാരിക്കുന്നത്. സോ ലെറ്റ്സ് ഡു ദാറ്റ്. Is it better here or is it okay? It's already there, so we'll keep it here. Hang on, banana. Okay. Cocoa, coffee. I think there is enough and more space. So ആ സ്ഥലം നമുക്ക് വീഡിയോയിൽ തന്നെ വെക്കാം. So let's do that. ഏഴ് വീടുകൾ അവിടെ വെച്ചിട്ടുണ്ട്. അതോടൊപ്പം എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടൊരു ചെറിയൊരു ടാവേൺ, അതിന് മുന്നേ ഒരു കാത്തലിക് മിഷൻ വെക്കാം.
സോ ആളുകൾക്ക് റിലീജിയസ് ആവശ്യങ്ങൾ നിറവേറ്റാം. അഗെയിൻ എൻ്റർടൈൻമെൻറ്റ്, ലെറ്റ്സ് കീപ്പ് ഇറ്റ് ഹിയർ. And we can then build more houses in this area. That's it. ഈ എക്സ്പെഡീഷൻ അവിടെ നിന്ന് പോന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ എല്ലാം ക്ലിയർ ആയി. ഇപ്പം ഈ ഏരിയ എല്ലാം ക്ലിയർ ആണ്, വിച്ച് ഇസ് ഗുഡ്. ഈ ഏരിയ ക്ലിയർ അല്ല, ഇവിടം വരെ ക്ലിയർ ഉള്ളൂ. ഓക്കെ, നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത റൗണ്ടിലോട്ട് പോകണം. സോ ഈ റേഷ്യോ വ്യത്യാസം വന്നാൽ എനിക്ക് തോന്നുന്നു നമ്മൾ തിരിഞ്ഞു വരും. ഇപ്പോൾ ഉള്ള ഈ ഹെയ്റ്റ് എന്ന് പറയുന്നത് റോയലിസ്റ്റുകളുടെ ഹെയ്റ്റാണ്. അപ്പോൾ റോയലിസ്റ്റുകളെക്കാൾ കൂടുതൽ റെവല്യൂഷണറീസ് വന്നാൽ മാത്രമേ ഇപ്പോൾ നമുക്ക് വലിയൊരു വ്യത്യാസം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. സോ ലെറ്റ്സ് കണ്ടിന്യൂ. ഒരു വർഷത്തോളം ഉണ്ട് ഇനിയും. ഈ ഗോൾഡ് എക്സ്പോർട്ട് തീർന്നാൽ അടുത്തത് ഗുഡ്, ലെറ്റ്സ് ഡു ദാറ്റ്. ഗോൾഡ് ഓക്കെ, മന്ത്ലി പ്രൊഡക്ഷൻ 0 ആണ്. എന്താണ് അതുകൊണ്ടാണ് 0 എന്ന് പറയുന്നത് മനസ്സിലാവുന്നില്ല. എന്തായാലും ഓക്കെ, 0 അല്ല. ഓക്കെ, അത് കഴിഞ്ഞ മാസത്തെ ആയിരുന്നു. ഇവിടെ ഒരു ബോക്സൈറ്റ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ബോക്സൈറ്റ് ഇവിടെ നിന്ന് തുടങ്ങാം. റിസോഴ്സ് ഓവർവ്യൂവിൽ നോക്കിയാൽ കോക്കോ ആണ് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കിയിട്ടുള്ളത്. ഷുഗർ, കോൺ, പൈനാപ്പിൾ. ഗുഡ്, ഓക്കെ, റൈറ്റ്. ആറ് ജോബ് ഓപ്പൺ ആണ്, അൺഎംപ്ലോയിഡ് 11, വിച്ച് ഇസ് ഗുഡ്. നല്ല റേഷ്യോ ആണ്. സോ ഐ തിങ്ക് വി ആർ ഫില്ലിങ് എവറി ജോബ്സ് ആസ് മച്ച് ആസ് വി ക്യാൻ. എല്ലായിടത്തും ഗുഡ്. ഇവിടുത്തെ ഇതെല്ലാം പണിത് കഴിഞ്ഞു. A troublesome band of corsairs has come to steal. ഓ, ഈ യുദ്ധം നമ്മൾ തോൽക്കും. കാര്യം We, the people of Tropico, demand the right to bear rams. A soldier's duty is never done. His most gracious majesty. Thanks to your efforts, the revolutionary movement is growing stronger. The
leaders of a tropical nation, in our desire to put into words the will of the tropical people to follow and obey. നമ്മൾ 50% ആയിട്ടുണ്ട്. That's a good thing. What can we build right now? Can we build the military fort? I think we should build one fort somewhere around here so that there is enough space to... Oh, I'm getting ahead of myself. Presidente. Oh, I'm getting ahead of myself. His Majesty is most amused by your declaration of independence. $20,000 കൊടുത്താൽ ഡെറ്റ് കൊടുക്കുന്നു. ഓക്കെ, ബൈ. നമ്മൾ നെക്സ്റ്റ് ഇയറിലേക്ക് കടന്നിരിക്കുകയാണ്. വി ക്യാൻ ഹാവ് ഇൻഡസ്ട്രി, വി ക്യാൻ ഹാവ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, സോ വോട്ടിംഗ് റൈറ്റ്സ്, വെൽത്തി സിറ്റിസൺസ് വോട്ട്, അത് മാറ്റിയിട്ട് ഓൾ സിറ്റിസൺസ് വോട്ട് എന്നാക്കാം. കാര്യം ലിബർട്ടി കൂട്ടുന്ന ഒരു അവസ്ഥയെ വരും അത്. റിലീജിയൻ, ഇറ്റ് ക്യാൻ ബി എ സെക്യുലർ സ്റ്റേറ്റ്, religious building. Okay, let's go with the secular. We can now this one, no education for soldiers are considered willing to participate in അതാണ് ഒന്ന്. അല്ലെങ്കിൽ പ്രൊഫഷണൽ ആർമി. We can go with this for now. കുറച്ചുകൂടി എഡ്യൂക്കേഷൻ ഒക്കെ സ്ട്രോങ് ആവുമ്പോൾ maybe we can change it to the professional army ആക്കാം. അപ്പോൾ നമ്മളൊന്ന് പോസ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ട്രേഡ് റിസർച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് സീ സ്റ്റാർട്ടിങ് ദ റിസർച്ച് വിത്ത് സ്റ്റീൽ മിൽ. നോ, can we not do that? Okay, we have to do this. Embassy, constitution, power plant. Let's do that. And then let's look at the trade options. Trade, എല്ലാ ട്രേഡും കംപ്ലീറ്റ് ആയിട്ട് പോയിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ കുറച്ച് സമയതാമസമുണ്ട്, അത് കഴിഞ്ഞാലേ ട്രേഡ് തിരിച്ചു വരുള്ളൂ. അപ്പോൾ ആ പുതിയ ട്രേഡുകളെല്ലാം വന്നു തുടങ്ങണം. കാരണം പുതിയ ഗവൺമെൻറ്റാണ്, പുതിയ ഒരു സെറ്റപ്പാണ്. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യണം. പിന്നെ നമുക്ക് ബിൽഡ് ചെയ്യാനുള്ളതിൽ ഇപ്പോൾ നമ്മുടെ കേസിൽ നമുക്ക് ബാരക്സ് ബിൽഡ് ചെയ്യാം. വളരെ പെട്ടെന്ന് ചെയ്യേണ്ട കാര്യമാണ്. കാര്യം അത് എനിക്ക് തോന്നുന്നു ഇപ്പം കൂടുതൽ അറ്റാക്കുകൾ ഈ ഭാഗത്തു നിന്നാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഭാഗത്ത് തന്നെ ഒരു 2-3 ബാരക്കുകൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഒരു ബാരക്ക് ഉണ്ടാക്കുന്നത് നല്ലതാണെന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. എന്നിട്ടൊരു പക്ഷേ ഇത് വേണമെങ്കിൽ ഇങ്ങോട്ട് കുറച്ചുകൂടി നീക്കി സ്ഥാപിക്കാം. പിന്നെ ബിൽഡ് ചെയ്യാവുന്നത് ഫോറിൻ റിലേഷൻസിൽ ലൈറ്റ് ഹൗസ് ബിൽഡ് ചെയ്യാം. അഡീഷണൽ ട്രേഡ് ഓഫേഴ്സ്, ലെറ്റ്സ് ഡു ദാറ്റ്. So where can we build it? Here we go. All right. പിന്നെ ബിൽഡ് ചെയ്യാവുന്നത് ഹൈ സ്കൂൾ ആൻഡ് കോളേജ് ആൻഡ് ഒബ്സർവേറ്ററി. ഓക്കെ, ഹൈ സ്കൂൾ കോളേജുകൾ എത്രയും പെട്ടെന്ന് തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യാം. ന്യൂസ് പേപ്പർ, ക്ലിനിക്, ചർച്ച്. ഐ തിങ്ക് ക്ലിനിക് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ലെറ്റ്സ് ബിൽഡ് ക്ലിനിക്. എല്ലാ സെറ്റിൽമെൻറ്റിൻ്റെ അടുത്തും ക്ലിനിക്ക് ഓരോന്ന് കൊടുക്കുന്നത് വളരെ അത്യാവശ്യമാണ്. സോ ലെറ്റ്സ് ഡു ദാറ്റ്. ക്ലിനിക് ഇസ് ടു ബി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ this area. Right, no need for a road, so that's fine. And then we probably will demolish this one and create a corn plantation somewhere around here, because we want to essentially move the other one from there. So that's the idea. So we'll demolish this, and then let's go back to clinic. We have to build a clinic here. Let's do that. And we can probably do put some small gardens in this area and brighten this up. And then the third settlement, ഈ പുതിയ സെറ്റിൽമെൻറ്റ് ഇവിടെയും നമുക്ക് ഒരു ക്ലിനിക്ക് കൊടുക്കണം. where is it? ക്ലിനിക് ഇത് ഓക്കെ, ഈ ഒരു ഏരിയയിൽ തന്നെ
കൊടുക്കാം. ഓക്കെ, ലെറ്റ്സ് ഡു ദാറ്റ്. ചെറിയ 3 സെറ്റിൽമെൻറ്റുകൾ. എന്നിട്ട് ആവശ്യമെങ്കിൽ ക്രൈം വളരെ മോശമാണെങ്കിൽ നമുക്ക് ഉടനെ തന്നെ ക്രൈം അതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ചെയ്യാം. ക്യാബറേ, ഓക്കെ, റെസ്റ്റോറൻറ്റ്സ്, residential, again we can have tenements. So we'll start with tenements. കുറച്ചുകൂടി ബെറ്റർ ക്വാളിറ്റി ആണ് കൺട്രി ഹൗസിനേക്കാൾ ഉണ്ടാവുകയെന്ന് തോന്നുന്നു. ഗുഡ്സ് ഉടനെ തന്നെ നമുക്ക് ടെക്സ്റ്റൈൽ മില്ലാണോ സിഗാറാണോ? സിഗാർ ഫാക്ടറി പ്രോബബ്ലി വുഡ് ബി എ ബെറ്റർ ഐഡിയ. സിഗാർ ഫാക്ടറി ആൻഡ് റം ഡിസ്റ്റിലറി, ഈ രണ്ടെണ്ണവും നമുക്ക് പെട്ടെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. കാര്യം നമ്മൾക്ക് ടൊബാക്കോയും ഷുഗറും വളരെ നല്ല രീതിയിൽ പ്രൊഡക്ഷൻ ഉണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് പ്രൊഡക്ഷൻ തുടങ്ങാം. ആൻഡ് ദെൻ ലെറ്റ്സ് ബിൽഡ് ഓൺ ഇറ്റ്. ആൻഡ് ദെൻ ഇസ് ദർ എനിത്തിങ് എൽസ്? ദാറ്റ്സ് ഇറ്റ്, right? So we'll go with that, continuing from where we are. Does Tropico really need a large standing army to protect its sovereignty? Make love, not war. That's what I always say to those militarist warmongers. And if anyone really needs to prove how macho he is, he should join me here at the Jolly Roger and try to beat me arm wrestling. Okay, funny, huh? Library upgrades, academic department, $2,000. Let's do that. Any upgrades here? Opera, okay, that's fine. We'll do that. Okay, now let's look at all the new buildings. Increase the job quality, so increase the salary there. And now we should be okay, let's slow it down a little bit and ask what those... We have a perfect business opportunity. We can make a huge profit of the misfortune of others. I love this stuff. We have a perfect business opportunity. We can make a huge profit of the misfortune of others. I love this. We have a perfect business. Rum ആയിരിക്കും നമുക്ക് എളുപ്പം, അപ്പോൾ അത് ചെയ്യാം. Let's do the rum. And on this, let's also decide where our industries are going to be, right? I don't want it to be too far away. So industries should be, ഞാൻ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഒരു ഏരിയയിൽ ഇൻഡസ്ട്രീസ് വെച്ചാൽ എങ്ങനെ ഇരിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. കാര്യം ഇത് ഇവിടെ നിന്ന് നമുക്ക് ഇവിടെ ഒരു പോർട്ട് നമുക്ക് ഇവിടെ ഇടാം. അല്ലെങ്കിലുള്ള ഓപ്ഷൻ നമുക്ക് ഇങ്ങോട്ട് ഈ സൈഡിലോട്ട് കൊണ്ടുവരാം. ഇവിടെ ഇൻഡസ്ട്രീസ് വെക്കാം. പക്ഷേ ഐ എം കൈൻഡ് ഓഫ് ലീനിങ് ടുവേർഡ്സ് ദിസ് ഏരിയ സംഹൗ. അപ്പോൾ നമുക്ക് ഈ റോഡ് ഒന്ന് കണക്ട് ചെയ്യാം. എന്നിട്ട് Why do we need clinics? Just grow a pair, people. I once had a whole sea urchin stuck in my foot. But did I go to clinic? No. Then, when an over-friendly llama attacked me while I was removing the urchin and I had to fight it off, did I go to clinic like a crybaby? No. And when I finally had to run across the entire island after the llama came back with his friends in stilettos? No. I just went to my secret rum stash and drank it all. Like all Tropicans should, instead of going to a clinic like a bunch of pansies. It's tricky to build it here. ചെറുതായിട്ട് ചെരിച്ച് വേണം ബിൽഡ് ചെയ്യാനായിട്ട് ഇവിടെ. That's the only option, I think. There is no other suitable location to build the dock. So let's build it there. That's fine. And let's connect the road. Okay. And I think we should also, while we are at it, build a Teamsters office so that things can be picked up and dropped here. Okay, and while we are at it, let's also build the rum distillery, because we are looking at I wouldn't want to go too close. അവിടെ കൂടുതൽ ടീംസ്റ്റർ ബിൽഡിങ്സ് പണിയണമെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ വെക്കാം. ഈ ഒരു ഏരിയയിൽ ഏറ്റവും അടുത്ത്
മാക്സിമം എടുത്ത് നമുക്ക് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് റൺ വിത്ത് ഇറ്റ്. Now we have them right where we want them. Time for a little gouging. I really should see about getting myself a villainous laugh. 10%. We can increase by 20%. That's fine. All right. So now we are waiting for all these different constructions to happen. So it's the, as you could see, ഈ റോഡ് വളരെ ബിസി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. You know what? This was built in the wrong way. Demolish ചെയ്യണം. കാര്യം തിരിഞ്ഞു പോയിരിക്കുകയാണ് ആ റോഡ്, ആ ബിൽഡിങ്. ടീംസ്റ്റർ ഇത് ലോ പ്രയോറിറ്റി ആക്കാം. നമുക്ക് ആ സൈഡിലുള്ള ബിൽഡിങ്സ് പെട്ടെന്ന് പണിയാനുള്ള ഒരു ഇത് കൊടുക്കാം. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. വി ഹാവ് ദാറ്റ് ബിൽഡ് and then we need this also to be built fairly soon. %73 ആൾക്കാരുടെ സപ്പോർട്ട് ഇപ്പോൾ പൊതുവേ ഉണ്ട് നമുക്ക്, വിച്ച് ഈസ് വെരി ഗുഡ്. ക്രൈം സേഫ്റ്റി വളരെ കുറവാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ക്രൈം പ്രശ്നമില്ല. 21 ആണ് എൻ്റർടൈൻമെൻറ്റ്, 44 is the food. ഡെത്ത് ഫ്രം ഹെൽത്ത് കെയർ, ഐ തിങ്ക് ദാറ്റ് വിൽ ചേഞ്ച് സൂൺ. 39 ഡെത്ത് ഉണ്ട്, പക്ഷേ 3 ക്ലിനിക്സ് കൊണ്ടുവച്ചിട്ടുണ്ട് ഇപ്പം. ഹൗസിങ് ഇസ് ഓക്കെ ഐ തിങ്ക്, പക്ഷേ നമുക്ക് അവിടെ മാക്സിമം ഇമ്പ്രൂവ് ചെയ്യണം. ലിബർട്ടി ഈസ് വെരി ഗുഡ് ഐ തിങ്ക്. 76. റിലീജിയൻ സ്റ്റാഗ്നൻറ്റ്. അപ്പോൾ ഈ 3 സ്ഥലത്തും നമുക്ക് ഓരോ ചർച്ച് വേണമെങ്കിൽ കൊടുക്കാം. അത് അവിടെ ഇവിടുത്തെ സെറ്റിൽമെൻറ്റ്സ് കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഇതെല്ലാം ചെറിയ സെറ്റിൽമെൻറ്റ്സ് ആണ്. അപ്പോൾ വി ക്യാൻ ഇംപ്രൂവ് ഇവിടെ 1-2 ടെനൻമെൻറ്റ്സ് വേണമെങ്കിൽ വെക്കാം നമുക്ക്. സോ ലെറ്റ്സ് സീ വി ക്യാൻ ഗെറ്റ് ദീസ്. I'm looking at the housing quality. Housing quality is 34. For a tenement, what is the quality? We don't know that here. അത് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാലേ അറിയുള്ളൂ. സോ എനിവേ let's build it. Let's build. We are watching for the rum distillery to finish building. So there is a $2,400 sovereign debt ഉണ്ട്. അത് നമ്മൾ we can pay it back. $76,000 ഉള്ളതുകൊണ്ട് let's buy the bones back, so there is no longer we have any debt. Okay, so we have the industry. Let's also increase the budget on the industry. That would mean that we will soon start seeing the sugar converted to rum. And let me also, while we are at it, increase ചെയ്യാം ഇതിൻ്റെ കൺസംഷൻ 25% കുറയ്ക്കുന്ന രീതിയിലുള്ള ഒരു അപ്ഗ്രേഡ് ആണ്. ദാറ്റ് ഈസ് എ ഗുഡ് അപ്ഗ്രേഡ് ഐ തിങ്ക്. സോ ഐ വിൽ ബി ഹാപ്പി ടു ഡു ദാറ്റ്. സോ now I think the production had started. Monthly production കൂടുന്നുണ്ട്, sugar input ഉണ്ട്, rum output ഉണ്ട്, which is very good. It is quickly increasing, and I think we should start seeing profits. So I think we are in a very good situation right now. We have started the industrialization. So we are in the new era. ഒരു സ്റ്റെപ്പ് കൂടി മുന്നോട്ട് പോയിട്ടുണ്ട്. നമുക്ക് ഇൻഡസ്ട്രിയലൈസ് അടുത്ത ഒരു എപ്പിസോഡിൽ കൂടുതൽ ഇൻഡസ്ട്രീസിലേക്ക് നമുക്ക് കാലെടുത്ത് വെക്കണം. അതോടൊപ്പം നമ്മൾ 2 ആക്സസ് ആൻഡ് അലൈസ്, ഇവർക്ക് 2 പേരുടെയും ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്സ് നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആക്കണം. സോ 2 എംബസീസ് ഇവിടെ നമുക്ക് എത്രയും പെട്ടെന്ന് പണിയണം. ബട്ട് ഓൾ ദാറ്റ് will come in the next episode. So till then, thank you, thanks for watching, and goodbye.